Hi, welcome to my channel, Mr. B and Mrs. B. ഇന്ന് നെല്ലിക്ക വരട്ടിയതിൻ്റെ പാചകവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന നെല്ലിയിൽ നിന്നും കിട്ടിയ കുറേ നെല്ലിക്കയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായി കാണുന്നത് ആ നെല്ലിമരം. ഇതിൽ നിറച്ച് നെല്ലിക്കയുണ്ടായിരുന്നു ഈ ആണ്ടിൽ. ആദ്യമേ തന്നെ നെല്ലിക്കയെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫലവർഗ്ഗമാണല്ലോ നെല്ലിക്ക. ഈ നെല്ലിക്ക നമുക്ക് പച്ചയായിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ഉപ്പിലിട്ട് വയ്ക്കാം, വരട്ടി വയ്ക്കാം, ഇങ്ങനെ പല വിധത്തിലും നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക നീര് പിന്നെ തേനുമായിട്ടൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാനീയമാണ്. കഴുകി വച്ചിരിക്കുന്ന നെല്ലിക്ക നന്നായി തുടച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ എള്ളെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ നെല്ലിക്കയായിട്ട് പറക്കിയിട്ട് ചെറു തീയിൽ വരട്ടിയെടുക്കണം. ചെറിയ തീയിൽ കൈവിടാതെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നെല്ലിക്ക സോഫ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പം നെല്ലിക്ക കുറേശ്ശെയായി നിറം മാറി ഒരു ചെറിയ ബ്രൗൺ കളറിലോട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഇളക്കി കൊടുക്കണം കുറേ നേരം കൂടെ. അതിനുശേഷം തീ ഓഫാക്കി വാങ്ങി വെച്ച് തണുക്കുമ്പോൾ അത് മുറിച്ച് ഇതുപോലെ മുറിച്ചെടുക്കണം. നമ്മൾ എണ്ണ ഒഴിച്ച വഴട്ടാൻ ഉപയോഗിച്ച പാത്രത്തിലേക്ക് തന്നെ എടുത്താൽ മതി. അതിൻ്റെ എണ്ണയ്ക്കകത്തോട്ട് തന്നെ മുറിച്ചിടുക. അതിനുശേഷം വീണ്ടും ഇതെടുത്ത് അടുപ്പിൽ വെച്ച് വേണമെങ്കിൽ കുറച്ചെണ്ണ കൂടെ ചേർക്കാം, വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേണ്ടുന്ന ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എന്നിവയും എടുത്തു വയ്ക്കണം. ആദ്യമേ തന്നെ അടുപ്പത്തിരിക്കുന്ന നെല്ലിക്കയിലേക്ക് കുറേശ്ശെയായിട്ട് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് വീണ്ടും അത് നന്നായി ഇളക്കുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വരട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയെടുത്തത് ഈ കൂട്ട് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന നെല്ലിക്ക അച്ചാറിലേക്ക്, നെല്ലിക്ക വരട്ടിയതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി ചേർക്കുക. അതിനുശേഷം
കായപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി ഈ ചേരുവ എല്ലായിടത്തും എത്തത്തക്ക വിധം ഇളക്കിയ ശേഷം നല്ല കുപ്പികൾ, ഗ്ലാസ് ജാറുകളിൽ, ഈർപ്പമില്ലാത്ത ഗ്ലാസ് ജാറുകളിൽ നിറച്ച് വയ്ക്കുക. വളരെ നാൾ കേടുകൂടാതിരിക്കും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കൂട്ടാനാണ് ഈ നെല്ലിക്ക വരട്ടിയത്. കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഗ്ലാസ് ജാറുകളിലേക്ക് നിറച്ച് വയ്ക്കാം. ഇത് വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.